മൂന്നാം ഏകദിനത്തിലും ശ്രീലങ്കയ്ക്കെതിരെ തകർന്നടിഞ്ഞ് ഇന്ത്യ. ശ്രീലങ്കയ്ക്കായി ആവിഷ്ക ഫെർണാണ്ടോ 96, കുശാൽ മെൻഡിസ് 59 എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ആശ്വാസ വിജയം തേടിയാണ് ഇന്ത്യ ഇറങ്ങിയത്. എന്നാൽ മുൻ മത്സരങ്ങളെക്കാൾ ദയനീയ പ്രകടനമാണ് ഇന്ത്യൻ താരങ്ങൾ പുറത്തെടുത്തത്. 110 റൺസിന്റെ വൻ തോൽവിയാണ് കൊളംബോയിൽ ടീമിന് നേരിടേണ്ടി വന്നത്. T20 പരമ്പര തൂത്തുവാരിയ ഇന്ത്യയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് അവസാന 2 മത്സരങ്ങളിലെ പരാജയം. ടോസ് നിർണായകമായ മത്സരത്തിൽ ടോസ് നേടിയ ലങ്കൻ ക്യാപ്റ്റൻ ചരിത്ര ശ്ലിംഗ രോഹിത്തിനും സംഘത്തിനുമെതിരെ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്ക 7 വിക്കറ്റ് നഷ്ടത്തിൽ 248 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഇന്ത്യ 26.1 ഓവറിൽ 138-ന് എല്ലാവരും പുറത്തായി. രോഹിത് ശർമ്മയ്ക്ക് മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത്. 35 റൺസാണ് രോഹിത് ശർമ്മയുടെ സമ്പാദ്യം. ശുഭ്മാൻ ഗിൽ 6, ഋഷഭ് പന്ത് 6, വിരാട് കോഹ്ലി 20, അക്ഷർ പട്ടേൽ 2, ശ്രേയസ് അയ്യർ 8, റിയാൻ പരാഗ് 15, ശിവൻ ദുബെ 9 തുടങ്ങിയ താരങ്ങൾ നിലം തൊടാതെ കരയ്ക്ക് കയറി. ശ്രീലങ്കയുടെ സ്പിൻ തന്ത്രത്തിന് മുന്നിൽ ഗംഭീറിന്റെ സംഘം മുട്ടുകുത്തുകയായിരുന്നു. ശ്രീലങ്കയ്ക്കായി ആവിഷ്ക ഫെർണാണ്ടോ 96, കുശാൽ മെൻഡിസ് 59 എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. KL രാഹുലിന് പകരക്കാരനെ ഋഷഭ് പന്തിനെയും അർഷദീപ് സിംഗിന് പകരം റിയാൻ പരാഗിനെയുമാണ് ആദ്യ 11-ൽ ഉൾപ്പെടുത്തിയത്. അതേസമയം അഖില ധനഞ്ജയ്ക്ക് പകരം മഹീഷ് തീക്ഷ്ണയെ ശ്രീലങ്ക പരീക്ഷിച്ചിരുന്നു. അർഷദീപ് പുറത്തായതോടെ ഇന്ത്യൻ നിര മുഹമ്മദ് സിറാജ് എന്ന ഒറ്റ പേസറിലേക്ക് ചുരുങ്ങിയിരുന്നു.